ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് കറിയാണ്, ഏട്ടമീൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു മുന്നായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു ഏട്ടമീൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ കല്ല് നന്നായി അത് ഉരച്ച് എടുക്കുന്നുണ്ട്. നന്നായി തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 7-8 ചെറിയുള്ളി, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 7-8 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊടികളെല്ലാം കൂടി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം തക്കാളി വഴാൻ ആവശ്യമായ കുറച്ച് കല്ലുപ്പൊടി ചേർത്ത് വഴറ്റാം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിനായി നമുക്ക് മൂടി വെക്കാം. എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഇനി ഇവ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ മീനെല്ലാം നന്നായി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ പൊടിയാത്ത വിധത്തിൽ നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി നോക്കാം. ശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏട്ടൻ മീൻ കറി ഇവിടെ തയ്യാറായി.